ഹായ് നമസ്കാരം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബുൾ റാലിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുൾ റാലിയിൽ ആണ് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ മാർക്കറ്റ് 23,800 നിന്ന് ബൗൺസ് ചെയ്തതാണ്. 24,500 24,800 മേളിൽ കയറിയപ്പോഴേക്കും മാർക്കറ്റ് അപ്പോൾ തന്നെ ബുൾ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പൊസിഷൻ എടുത്ത സ്ഥലങ്ങൾ ഈ 23,800 24,800 മേളിലാണ് നമ്മൾ പല പൊസിഷൻസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 25,800 അടുപ്പിച്ചൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റോക്സിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്റ്റോക്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്റ്റോക്സ് ഇപ്പോഴും കറൻ്റ്ലി നമ്മൾ ഹോൾഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 1.5 മാസം എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമുക്കൊരു ബുൾ റൺ തന്നെയായിരുന്നു. അതിനകത്ത് എന്നാൽ പല സ്റ്റോക്സും കയറി, കുറച്ച് സ്റ്റോക്സ് അത്യാവശ്യം നന്നായിട്ട് കയറി, ചില സ്റ്റോക്സ് വളരെ സ്ലോ ആയിട്ട് 5-8% ഇങ്ങനെ സ്ലോലി കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 1-2 സ്റ്റോക്സ് ഔട്ട് പെർഫോം ചെയ്യുകയും ബാക്കി സ്റ്റോക്കുകളൊക്കെ ഈ സ്ലോ ഗ്രോത്തിലൂടെ 5-8% തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത് പല സ്റ്റോക്കുകളിലും കാണുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് യൂഷ്വൽ. പല സമയത്തും ആദ്യം ഇൻഡെക്സ് മുന്നിലേക്ക് കയറിപ്പോവും. ആ ഇൻഡെക്സിനെ റാലി ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-10 ഹെവി വെയ്റ്റ് സ്റ്റോക്സ് കാണും ഇൻഡെക്സിൻ്റെ. പിന്നീട് അതിനെ ഫർദർ കണ്ടിന്യൂ ചെയ്ത് നിഫ്റ്റി 50 ഇല്ലെങ്കിൽ നിഫ്റ്റി 100 ബാക്കി സ്റ്റോക്കുകളും പിന്നീട് മിഡ് ക്യാപ്പ്, പിന്നീട് സ്മോൾ ക്യാപ്സ് ഒക്കെയാണ് കയറി വരുന്ന ഒരു സിനാരിയോ കണ്ടിട്ടുള്ളത്. സോ ഇനി സ്റ്റോക്കുകൾ കയറാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അതുകൊണ്ട് തന്നെ പല പൊസിഷൻസും സ്റ്റിൽ നമ്മുടെ കയ്യിൽ പൊസിഷൻസ് പുതിയതും ഉണ്ട്, ഹോൾഡ് ചെയ്യുന്നതുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തതും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമുക്ക് നമ്മുടെ ഇൻഡെക്സിലേക്ക് കിടക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഒരു മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ആണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 26,280 റേഞ്ചിലാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. നമ്മുടെ മുഹൂർത്ത് ട്രേഡിങ്ങിൽ ചെറിയൊരു മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും മാർക്കറ്റ് പിന്നീട് മാർക്കറ്റ് കയറി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ US തമ്മിലുള്ള ഒരു ഫോൺ കോളാണ്. ദീപാവലി വിഷസുമായിട്ട് ട്രംപിൻ്റെ ഒരു ടോക്ക് വരികയും അതിൽ ട്രേഡിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് വരികയും ചെയ്തു. മിൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ചാനൽ, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ന്യൂസസ് ഇറക്കുന്ന ഒരു വെബ്സൈറ്റിൽ സോഴ്സസിൽ നിന്ന് 15-17% ഇന്ത്യയുടെ ടാരിഫ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കണ്ടിരുന്നു, ഒരു ന്യൂസ് കണ്ടിരുന്നു. ഞാൻ അതിലത്ര കൺവിക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ഒരു 20-25% ഒരു ആണ് എൻ്റെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. നമ്മൾ ഈ ടാരിഫ് തുടങ്ങുന്ന കാലം തൊട്ട് ആ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 20-30 അറ്റ്ലീസ്റ്റ് 20-25 വിൽ ബി കംഫർട്ടബിൾ എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞത്. 20 ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് നൈസ്. ആ ഒരു 20 എന്നുള്ളതാണ്, 20-25 ആണ് അവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ തിരിച്ച് അവസാനം കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് എത്തുന്നുവെന്ന് ഫീൽ ചെയ്യേണ്ടി വരും. ലെറ്റ് സി വരും ദിവസങ്ങളിൽ. അപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു ഡീല് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇന്ത്യയുമായിട്ടുള്ള ഒരു ഡീല് വരിക. സോ നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ ഒരു സൈഡ് വേസ് സോണിൽ നിന്ന് ഓൾറെഡി ഒരു 4-5 ദിവസത്തിന് മുമ്പ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊരു 25,500 മേളിലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് വന്ന് 26,000 അടുത്തൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി ഇടയ്ക്ക് 25,300 റേഞ്ച് കാണിച്ചിട്ടുണ്ട്. 350, അതായത് ഈ ഒരു റേഞ്ചിൽ ഓൾ ടൈം ഹൈക്ക് മേളിൽ ഗിഫ്റ്റ് നിഫ്റ്റി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് ഡൗണായി. അത് കാരണം ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ്. 24,200 240 ഈ ഒരു ബോക്സിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഫോക്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 24,240 280 മാക്സിമം ആയിട്ടുള്ള ഈ ഒരു ഏരിയ. അപ്പോൾ 29,300 ശേഷം നിങ്ങൾക്ക് 26,400 റേഞ്ചിലേക്ക് നമുക്ക് ഒരു ട്രേഡ്
പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ പോലും 26,100 ഇടയ്ക്ക് ഒരിക്കൽ വന്നിരുന്നു. ഈ 25,000 റേഞ്ചിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ട്രേഡ് വന്നിരുന്നു. താഴേക്ക് 25,100 പോയിട്ടാണ് പിന്നെ തിരിച്ച് കയറി വന്നത്. അതുപോലെ 26,100 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കണക്കാക്കുക എന്നുള്ളതാണ്. സോ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റേഞ്ച് പ്ലാൻ ചെയ്യുക. ഈ ഒരു റേഞ്ച് അടുത്ത് 26,300 ശേഷം ഉള്ളൊരു മൊമെൻറ്റം 500 റേഞ്ചിലേക്ക് 26,500 റേഞ്ചിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് എൻ്റെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഓക്കെ, നിഫ്റ്റിയെക്കുറിച്ച് ഇത്രയാണ് എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ബാക്കി നമ്മളിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ സ്റ്റോക്സും ടു ഗുഡ് ടു ഹോൾഡ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻ. പിന്നെ ഇന്നലെ ക്രൂഡ് ഓയിലിൽ ഒരു ടേൺ അറൗണ്ട് പതുക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഓക്കെ, ഈ ഒരു ഷാർപ്പ് ഫോളിന് ശേഷം ക്രൂഡ് ഓയിൽ റിക്കവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കി വയ്ക്കുക. 25,200 റേഞ്ചിൽ 184 മേളിലൊരു നെക്സ്റ്റ് മൊമെൻറ്റം ഉണ്ടായിരുന്നു. ആ 180 എത്തിയപ്പോഴേക്കും അത് താഴേക്ക് പോയിരുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ഇത് 184 മേളിൽ 51.84 മേളിൽ, അതുപോലെ 52.04 മേളിൽ നമുക്ക് അടുത്തൊരു ലെവൽ ഓഫ് ട്രേഡിംഗ് ക്രൂഡ് ഓയിലിൽ നമുക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്കാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാർക്കറ്റ് വീഴുമ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു ലെവൽ വരെ അടുത്തൊരു ടാർജറ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.